ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കോവയ്ക്ക ഫ്രൈ ആയാലോ. വീട്ടിലെ കോവയ്ക്കയാണ്, പക്ഷേ എൻ്റെ അല്ല, എൻ്റെ നെയ്ബറിൻ്റെ കോവയ്ക്ക. രാവിലെ ഒരു കോവയ്ക്ക തന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതാണ് ഇത്. അപ്പോൾ ഈ കോവയ്ക്ക നമുക്ക് മെഴുക്ക് പുരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്താ ചെയ്യുക, കോവയ്ക്ക നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ നീളത്തിൽ കീറിയോ അല്ലെങ്കിൽ മുറിച്ചിട്ട് രണ്ടായിട്ട് കീറിയോ ചെയ്യാം. കീറിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരിയാണേ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പറയും. ഇത് ഉപ്പൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വെച്ചാൽ നല്ലതാണ്, ഉപ്പുവരിയും പിടിക്കും. അതിനു മുമ്പ് നമുക്ക് ഒരു സവാള എടുത്തിട്ട് നീളത്തിൽ കീറി വെക്കുക. പിന്നെ ഒരു ചെറിയ പീസ് കായം, അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കായപ്പൊടി ചേർക്കാം. ഇത് നമ്മൾ ആദ്യം എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കോവയ്ക്ക ചേർക്കാം. ഓക്കെ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അത് എന്നിട്ട് നമ്മൾ ഈ ആദ്യം കണ്ടോ ഈ കായം ഇട്ട് അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ഉള്ളിയിടും. അപ്പം നല്ല മണം വരും ആ സവാളയ്ക്കും നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടിക്കും. അത് നല്ലപോലെ ഗോൾഡൻ കളറാക്കണേ. കുറച്ച് ഉപ്പൂടി ഇടണം കേട്ടോ. നല്ലപോലെ ഗോൾഡൻ കളറാക്കിയിട്ട് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇടാം. അപ്പോൾ സവാളയൊക്കെ ഇങ്ങനെ വഴണ്ട് വന്ന് അതിനകത്തോടെ നമുക്ക് മസാല പുരട്ടി വെച്ച കോവയ്ക്ക്, ഇതൊരു അര കിലോ കാണത്തില്ല, 250 കോവയ്ക്ക നമ്മൾ മസാല പുരട്ടി വെച്ചത്. ഞാൻ പറഞ്ഞത് മസാല പുരട്ടി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് ഇതിനകത്ത് ഇടും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി ചെറിയ തീയാക്കണേ. എന്നിട്ട് അടച്ചങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് 2 മിനിറ്റ് ഇതിലേക്ക് നമുക്ക് തുറന്നു വെക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്കയൊക്കെ ലാസ്റ്റ് സ്റ്റേജിലേക്കായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്നത് 15 മിനിറ്റ് എടുത്ത്, എന്ന് വെച്ചാൽ 10 മിനിറ്റ് വേണമെങ്കിൽ വേവിക്കാം, പക്ഷെ എന്നിട്ട് വെള്ളം ഒഴിക്കണം. ഞാൻ വെള്ളം ഒഴിക്കാതെ വളരെ ക്ഷമയോടെ നമ്മളിങ്ങനെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി കോവയ്ക്ക മെഴുക്ക് പുരട്ടി കിട്ടും. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. അപ്പം ഇത് നല്ലപോലെ ചുരുങ്ങി സൂപ്പറാക്കി ഞാൻ ഒരെണ്ണം കടിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങളതെല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസ് എല്ലാം അറിയിക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസാണ് ഞങ്ങളുടെ പ്രോത്സാഹനം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ആൾ.